നൂറാമസ് ഖാനെ അറിയാമായത്തോട്ട് ആരും കാണുകയല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. കൂടാതെ തന്നെ ഇപ്പോൾ ബിഗ് ബോസിന്റെ ഒരു മത്സരാർത്ഥി കൂടിയാണ് നൂറാമസ് ഖാൻ. അതിന്റെ പേരിൽ തന്നെ ഇപ്പോൾ മലയാളിക്ക് എല്ലാവർക്കും ഈ നൂറാമസ് ഖാന്റെ ഫേസ് സുപരിചിതമാണ്. ഇപ്പോൾ തന്നെ നൂറാമസ് ഖാനുള്ള ഒരു വിഷയം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് പറയാൻ മറ്റൊന്നുമല്ല, ഈ ബിഗ് ബോസിന്റെ സെഗ്മെന്റിൽ ഒരു ലൈഫ് സ്റ്റോറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലൈഫ് സ്റ്റോറി, അതായത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പറയുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നൂറാമസ് ഖാന്റെ ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ, ഈ നൂറാമസ് ഖാന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസറായിട്ട് വളർന്നു വരിക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ പേരിൽ തന്നെ ഒരുപാട് സ്ട്രഗിളൊക്കെ അനുഭവിച്ചിട്ടാണ് ഈ നൂറാമസ് ഖാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ഇൻഫ്ലുവൻസറായിട്ട് വളർന്നു വന്നത്. എന്തായാലും ഈ നൂറാമസ് ഖാന്റെ മാരേജ് കഴിഞ്ഞ സമയത്ത് നൂറാമസ് ഖാൻ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് വെച്ചു. അപ്പോൾ കശിയുടെ കുറെ കാര്യങ്ങളൊന്നും ഈ നൂറാമസ് ഖാൻ പിടിക്കാതെ വന്നു. അതിന്റെ പേരിലാണ് ഡിവേഴ്സ് ചോദിച്ചത്. പക്ഷേ ഭർത്താവ് ഡിവേഴ്സ് കൊടുത്തിട്ടില്ല എന്നാണ് നൂറാമസ് ഖാൻ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നൂറാമസ് ഖാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കും. എനിക്ക് ഡിവോഴ്സ് ആ ഒരു പാർട്ട് എനിക്ക് ലീഗലി തന്നിട്ടില്ലായിരുന്നു. ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് റെഡി ടു ഗിവ് ഇറ്റ്. അപ്പം എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ കാര്യം നോക്കിയിട്ട് ഞാൻ എന്നെ സേഫ് ആക്കണം എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പൊ കേട്ടില്ലേ, നൂറ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാല്, ലീഗലി ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് ഡിവേഴ്സ് കൊടുത്തിട്ടില്ല എന്നാണ് നൂറ പറഞ്ഞു വെക്കുന്ന കാര്യം. പക്ഷേ ഇത് കേട്ട ഹസ്ബൻഡ് അടങ്ങിയിരുന്നില്ല. അയാൾ രംഗത്ത് വന്നു. അയാൾ പറയുന്ന കാര്യം കൂടി നിങ്ങൾ കേട്ടു നോക്കുക. ഓക്കെ, അതെന്താ വെച്ചാല് ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നുകൊടുക്കുന്നുണ്ട്, ബിഗ് ബോസ്. അതില് ഒരു വ്യക്തി ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ആൾക്കാരെ കബളിപ്പിക്കുന്നുണ്ട്. അപ്പോ അതിൽ ഞാൻ ഇപ്പം റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം റിയാക്ട് ചെയ്യാനാ? എന്റെ ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും കസിൻസ് എല്ലാവരും എന്താ പറയാ എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്, നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു റിയൽ ലൈഫിൽ ജീവിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ എന്താ പറയുക, എന്റെ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എന്താ പറയുക ഇതിന്റെ സത്യാവസ്ഥ അറിയൂ. ബാക്കിയുള്ളവർക്ക് എന്താ പറയുക വലിയ പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക എന്തും വിളിച്ചു പറയാം. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ ഒന്ന് എന്താ പറയുക ക്ലാരിറ്റി, അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്താ ആള് പറയുന്നത്, ഞാൻ ഡിവോഴ്സ് നൽകാൻ തയ്യാറായിട്ടില്ല എന്ന്. ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നില്ല. ഞാൻ ഇന്ന് ഡിവോഴ്സ് കിട്ടിയാൽ ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കും. ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആ ഒരു സമയത്തുള്ളത്. ഏകദേശം കല്യാണം കഴിഞ്ഞ ഒരു 3 മാസമായിട്ടുണ്ടാവും. ഞങ്ങൾ എന്താ പറയുക പരസ്പരം മുന്നോട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല. രണ്ടാളും മ്യൂച്വലി ആയിട്ട് ഡിസൈഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു, ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലെന്ന്. അപ്പൊ പെട്ടെന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും, ഫാമിലിന്റെ സൈഡിൽ നിന്ന് വരും, ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്ന് വരും, സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും. എന്തുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആണ്? ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തരാം. അപ്പോൾ ആള് തന്നെ എന്താ പറയുക ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, അതും റിലേറ്റഡ് ആയിട്ട് തന്നെ എന്റെ ആൻസർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റ് തരാം. ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ എന്താ പറയാ തയ്യാറായിരുന്നു. പക്ഷേ ആള് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്താ, ഒരു ഫയലിൽ FIR ഇട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയാ സാക്ഷികൾ വേണ്ട, മൊഴി വേണ്ട. നിങ്ങൾക്ക് അറിയാം കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് എന്താ പറയാ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഭാര്യമാർക്ക് എന്താ പറയാ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുക, മർദ്ദനം, പീഡനം, 498A, ഭർത്താവിന്റെ പീഡനം, ഭർത്താവിന്റെ വീട്ടുകാരെ പീഡനം, ഉമ്മ ഇപ്പൊ എല്ലാവരിലും ഇൻക്ലൂഡഡ് ആവും. അപ്പൊ ഇവർക്ക് ഞാൻ ജാമ്യം എടുക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട്. എന്റെ ഉമ്മക്കും ഉപ്പക്കും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ ജാമ്യം എടുത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിന്റെ പേരിൽ. എന്നിട്ട് അതിന്റെ കൂടെ എന്താ പറയാ കേസ് മാത്രമല്ല കോമ്പൻസേഷൻ, സെറ്റിൽമെന്റ്, ഒരു ഹ്യൂജ് എമൗണ്ട് എന്താ സെറ്റിൽമെന്റും വേണം. ഓക്കെ, അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? ഞാൻ ആളോടൊന്നും കാട്ടിയിട്ടില്ല എന്ന് വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. അതിനുള്ള ഒരു എവിഡൻസും ആളെ കയ്യിൽ ഉണ്ടാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്താണെന്നും ആരാണെന്നും എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം. ഞാൻ വെറുതെ ഒരു പെണ്ണിനെ എന്താ പറയാ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് ഞാനിപ്പോ ഒരു കല്യാണം കഴിച്ച് ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മ്യൂച്വലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത പാർട്ട്നേഴ്സ് സെപ്പറേറ്റ് ജീവിക്കുക. ഇത് തന്നെ ഞാൻ എന്താ പറയാ മുന്നോട്ട് വെച്ചുള്ളൂ. ആൾ അതിൽ എന്താ പറയാ അക്സെപ്റ്റ് ആയി. പക്ഷേ ഈ ഒരു കണ്ടീഷൻ എന്താ പറയാ എനിക്ക് ഒത്തുപോകാൻ പറ്റൂല. ഇപ്പൊ എന്റെ പേരിൽ എല്ലാവരും ഒരു കേസ് ഇടുക, കോമ്പൻസേഷൻ, ഇത് സെറ്റിൽമെന്റ് ചെയ്തിട്ട് എന്താ പറയുക ഒരു ഡിവോഴ്സ്. ഞാൻ ആളോട് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ഈ കേസ് പിൻവലിക്കണം. ഇത് രണ്ടാളും മ്യൂച്വലായി ഡിസൈഡ് ചെയ്തല്ലേ, പിന്നെ എന്തിനാണ് കോമ്പൻസേഷൻ? പിന്നെ എന്തിനാണ് എന്റെ പാരന്റ്സിന്റെ പേരിൽ കേസ്, എന്റെ പേരിൽ കേസ്? അപ്പൊ ഞാൻ എന്താ പറയാ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാ ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് വെച്ചു. അപ്പൊ ആൾ എന്താ പറയാ ഓക്കെ ആയില്ല. ഏകദേശം 1 വർഷം എടുത്തിട്ടുണ്ട്. ആള് ഓക്കെ പറയാം, ഓക്കെ എന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോ ആളെന്ത് ഓക്കെ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യുക, അത് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യും. അപ്പൊ കേട്ടില്ല, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഡിവോഴ്സ് കൊടുക്കുമോ? സംഭവം എന്ന് പറഞ്ഞാല് ഒരു വെള്ള പേപ്പറിനകത്ത് ഒപ്പിട്ട് കൊടുക്കണം, എന്നെ അടിച്ചു മർദ്ദിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഇയാൾ ഒപ്പിട്ട് കൊടുക്കണം. കൂടാതെ വലിയൊരു എമൗണ്ടും കൂടി നഷ്ടപരിഹാരമായിട്ട് ഈ പെൺകുട്ടിക്ക് കൊടുക്കണം എന്നാണ് നൂറ ആ ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതിയ നിബന്ധനകളിലൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരായാലും ഡിവോഴ്സ് തരത്തില്ല.
കാര്യം ഇത് ഈ നൂറ പറഞ്ഞു എന്നാണ് ആര് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് നമ്മുടെ ഈ ഒരു എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇയാൾ പറയുന്നത്. അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇയാൾ പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഏതായാലും ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വലിയൊരു വീടും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഉപ്പ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഉപ്പ എന്ന് പറയുന്ന ആള് ഇതുവരെയ്ക്കും അവിടെ കയറിയിട്ടില്ല എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ഉപ്പ എന്ന് പറയുന്ന ആള് ഇത്രയ്ക്ക് വലിയൊരു ഓർത്തഡോക്സ് ആണോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ അതിന് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഇയാൾക്ക് പറയുന്ന കാരണം മറ്റൊന്നുമല്ല. ഉപ്പ ആ വീട്ടിൽ കയറാത്ത കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രീതിയിൽ സമ്പാദിച്ച പണം കൊണ്ട് വെച്ചൊരു വീടാണ്, അല്ലെന്നുണ്ടെങ്കിൽ മേടിച്ചൊരു വീടാണ്, അതിന്റെ പേരിലാണ് ഈ ഉപ്പ എന്ന് പറയുന്ന ആള് ആ ഒരു വീട്ടിൽ കയറാത്ത എന്നാണ് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഇയാൾ പറയുന്നത്. എന്തായാലും അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഡാൻസിങ് ചെയ്തിട്ടും സ്ട്രീമിംഗ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഫാദർ ഇന്ന് വരെ ആ വീട്ടിൽ കയറിയിട്ടില്ല. പപ്പയ്ക്ക് കയറാൻ പപ്പയ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ പപ്പ കയറൂല. അപ്പൊ കേട്ടില്ലേ, അത് തന്നെയാണ് സംഭവം. നമ്മൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ ഇത്രയ്ക്ക് വലിയ ഓർത്തഡോക്സ് ആളാണോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. പക്ഷേ ഇതിനൊരു മറുവശം കൂടി ഉണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സോഷ്യൽ മീഡിയ വഴി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വീടും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട്. കാര്യം നമുക്കറിയാം ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു വീട് മേടിക്കണം വേണ്ടത്. അപ്പോൾ ഇത്രത്തോളം വലിയൊരു വീടൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ഈ പറഞ്ഞോട്ട് ഒരു നമ്മളെന്താണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നല്ല രീതിയിൽ തകർത്ത് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം. പക്ഷേ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് എന്താണ്, ഈ നൂറ മസ്കാൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം വലിയൊരു ആക്റ്റീവോ കാര്യങ്ങളൊന്നും അല്ല. കാര്യം യൂട്യൂബിലായാലും അതേ കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ തുച്ഛമായ 1-2 വീഡിയോസ് മാത്രം കണ്ടേ ചെയ്തിട്ടുള്ളൂ. അതേ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് എത്രത്തോളം പണം കിട്ടും നമുക്കറിയാം. പിന്നെ ഫേസ്ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം പണം കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പണം വന്നു എന്നുള്ളത് നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇയാൾ പറയുന്നത് കാര്യം. എങ്ങനെ വന്ന ഒരു പണമാണെന്നുള്ള കാര്യമാണ് ഇയാൾ ഇപ്പം പറയുന്നത്. നമ്മൾ അങ്ങനെ കേട്ടു നോക്കാം. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അപ്പോൾ അതിൽ കൂടി എന്താ പറയുക, ആള് കുറച്ച് ഏണിങ്സ്, അതായത് ഹ്യൂജ് എമൗണ്ട് ആൾ എടുത്ത് പറയുന്നുണ്ട്, ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആൾ എന്താ പറയുക സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കി. സോ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം, ചെറിയ വീടല്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളും ഉണ്ടാക്കി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല, സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പാരൻസ് എങ്ങനെയാണോ, അല്ലെങ്കിൽ എൻ്റെ പാരൻസ്, എല്ലാവർക്കും പാരൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏണിങ്സ്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു എന്താ പറയുക മാസ ശമ്പളം ഒരു 10,000 രൂപ കിട്ടി, അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച്, ഇതൊക്കെ എന്താ പറയുക നമ്മൾ പാരൻസിന് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും. എന്തുകൊണ്ട് ഈ ആളെ പാരന്റ് ആ വീട്ടിലേക്ക് കയറാത്തത്? ആള് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായതുകൊണ്ടാണ് എന്താ കയറാത്തത്. ഓക്കെ, സോഷ്യൽ മീഡിയ കിട്ടിയ പണങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സുകളാണ്. ഇൻസ്റ്റാഗ്രാമിൽ എത്ര റവന്യൂ കിട്ടും? അത് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്താണ് റവന്യൂ കാര്യങ്ങളൊക്കെ. അത് നല്ല റീച്ചായ വീഡിയോസിന് എന്താ പറയുക ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാക്സിലേക്ക് പോവുക അല്ലെങ്കിൽ എന്താ പറയുക ഈ 1000-ൽ ഒതുങ്ങുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോയിട്ട് ഇനി വേറി പോയി കഴിഞ്ഞാൽ എന്താ പറയുക കൊളാബറേഷൻ ഉണ്ടാവും, ഇങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളുണ്ടാവും. ഇതിൽ കൂടി എന്താ പറയുക ഏറിപ്പോയാൽ എത്ര എമൗണ്ട് കിട്ടും ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ? ഏറിപ്പോയാൽ എത്ര കിട്ടും? ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഈ ആൾ മാത്രമല്ല, ഒരുപാട് പേര് എന്താ പറയുക ആണാണെങ്കിൽ പെണ്ണാണ്, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം എൻ്റെ കറക്റ്റ് റവന്യൂ എത്ര ആണെന്ന്. അപ്പോൾ ഈ ആൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇനി ആൾക്ക് യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അപ്പോൾ യൂട്യൂബിന്റെ കാര്യത്തിൽ വരികയാണ്, യൂട്യൂബിൽ ആളെ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം വിരലിൽ എണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കൂട്ടണ്ട. ഇനി വീഡിയോ ആണെങ്കിൽ എത്ര വീഡിയോ റീച്ച് ആയിട്ടുണ്ട്, എത്ര വീഡിയോസ് കൂടി ഏണിങ്സ് വന്നിട്ടുണ്ടാവും, ഈ വീഡിയോസ് ചെക്ക് ചെയ്ത് അങ്ങ് കാണാം. ഇവിടെ കുറെ ട്രാവലേഴ്സ് ഉണ്ട്, കുറെ എന്താ പറയുക വ്ളോഗേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, മില്യൺസ് ലാക്സ് വ്യൂസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാലും അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും എന്താ പറയുക ഇവരില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്താ പറയുക നോ ചാൻസ്. ഇനി ഫേസ്ബുക്കിലേക്ക് പോവുകയാണെങ്കിലോ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഫേസ്ബുക്ക് എന്താ പറയുക ഈ ഏണിങ്സും കാര്യങ്ങളും ഒക്കെ ഫേസ്ബുക്ക് കൂടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ വെച്ച് എൻ്റെ കൊളാബറേഷൻ പ്രൊമോഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചിലർ അതിന്റെ മേലോട്ട് എന്താ പറയുക ആരും കിടന്നിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ വേറെ കൺട്രീസ് ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞത്. കോമൺലി നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ്. ഇതിൽ നിന്നാണ് മോസ്റ്റ്ലി കൂടുതൽ പേരും എന്താ പറയുക ഈ റവന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ആളും എന്താ പറയുക ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ ആണ് നമ്മൾ. അപ്പൊ കേട്ടല്ലോ, അതാണ് സംഭവം.
അപ്പോൾ നോർമലി ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല, അത് ലൈവ് സ്ട്രീമിംഗ് ആണ്. ഈ ടാങ്കോ അതേപോലെ പണ്ട് ബി ചാറ്റ് എന്നൊക്കെ പറയുന്ന കുറേ ആപ്ലിക്കേഷൻസിലൊക്കെ നിലനിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ചാറ്റ് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെയാണ് എന്താണ് ഈ ഒരു പൈസ ഉണ്ടാക്കി വീട് വെച്ചതെന്നൊക്കെയാണ് നമ്മുടെ ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇയാൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞാൽ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ലൈവിൽ കയറുക, നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുക, സംസാരിക്കുന്നവരുണ്ട്, അല്ലാതെ വേറെ കുൽസിത പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് രീതിയിലൊക്കെ ആണെന്നുള്ള കാര്യം അത് അവർക്ക് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. എന്തായാലും അങ്ങനെയൊക്കെയാണ് എന്നുള്ള പേരിലാണ് ഈ ഒരു പൈസ ഉണ്ടാക്കിയെന്നാണ് ആര് പറയുന്നത്, ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇയാൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇഷ്ടംപോലെ പൈസ എന്താണ് നമ്മുടെ ഈ ലൈവ് സ്ട്രീമിൽ കയറുന്ന പെൺകുട്ടികൾക്ക് കിട്ടും. കാരണം ആൺകുട്ടികളെക്കാട്ടും കൂടുതൽ ഈ ഒരു ലൈവ് സ്ട്രീമിംഗ് എന്നുള്ള ഇതിനകത്ത് പെൺകുട്ടികളാണ് പൈസ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൈസ ഈ ഈ നൂറ മസ്കാൻ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടാക്കിയെന്നാണ് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇയാൾ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പോയി പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? ഒരു ഹസ്ബൻഡും അല്ലെങ്കിൽ ഒരു മക്കളും ആരും അത് ഇഷ്ടപ്പെടത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന്റെ പേരിൽ ആണ് ആ ഒരു ബന്ധം അവിടെ വെച്ച് ഇല്ലാതായി എന്നാണ് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇയാൾ പറയുന്നത്. ഇതിപ്പം ആര് പറയുന്ന വേർഷനാണ്? ഈ നൂറ മസ്കാന്റെ ഹസ്ബൻഡ് പറയുന്ന ഒരു വേർഷനാണ് ഈ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും നൂറായിക്ക് പറയാനുള്ളൊരു വേർഷൻ കൂടെ. അപ്പോൾ തെറ്റ് ആരുടെ ഭാഗത്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും ഇതിൽ സത്യം ആരുടെ ഭാഗത്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈഡ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യുക. എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വരാം. സൈനിങ് ഓഫ്. നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.